ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ മറ്റൊരു എപ്പിസോഡ് പതിവുപോലെ മാത്യുവച്ചൻ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. വിഷയം അവതരിപ്പിക്കുന്നത് മാത്യുവച്ചൻ. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവരും കുറവുകളുള്ളവരാണ്. കുറവുകളുള്ളവരുടെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുടുംബത്തിലാണെങ്കിലും ഓരോ കുടുംബാംഗങ്ങൾക്കും അവരവരുടേതായ കുറവുണ്ട്. സന്യാസ സമൂഹത്തിലാണെങ്കിൽ ആ സമൂഹത്തിലെ അംഗങ്ങളുടെ ഇടയിൽ കുറവുള്ളവരാണ് എല്ലാവരും. അതുപോലെ തന്നെ സഭയിലാണെങ്കിലും നമ്മുടെ വൈദികരും എല്ലാവരും തന്നെ കുറവുള്ളവരാണ്. ഈ കുറവുള്ള മനുഷ്യർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഈ തെറ്റും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തിരുത്തൽ ആവശ്യമാണ്. അപ്പം ഈ തിരുത്തലിൻ്റെ പേരാണ്, തിരുത്തൽ സ്വീകരിച്ച് അതിനെ ശരിയായി മാറ്റുന്നതിന് പറയുന്ന പേരാണല്ലോ മാനസാന്തരം. അങ്ങനെയാണെങ്കിൽ ഈ തെറ്റ് തിരുത്തലിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ തെറ്റ് തിരുത്തി കൊടുത്തിട്ട് പലരും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് സഭയും സമൂഹവും ഒക്കെ നേരിടുന്ന ഒരു പ്രശ്നം. അപ്പം എങ്ങനെയാണ് ക്രൈസ്തവമായ രീതിയിൽ തെറ്റ് തിരുത്തേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞതിനോട് വിശേഷം യോജിക്കുന്നുണ്ടോ? തെറ്റ് തിരുത്തേണ്ടി വരാറുണ്ടോ? മറ്റുള്ളവരുടെയും ഒപ്പം നമ്മുടെ തന്നെയും തെറ്റും തിരുത്തണ്ടേ? അതാണല്ലോ വിശുദ്ധീനങ്ങളുടെ വളർച്ച. വളരെ സങ്കീർണമായ എന്ന് തന്നെ പറയാവുന്ന വിഷയമാണ്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നു, വേണ്ടത്ര തിരുത്തുന്നില്ല എന്നൊരു കാഴ്ചയാണ് നമ്മൾ ഉൾപ്പെടെ ചുറ്റുപാട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തെറ്റ് തിരുത്തപ്പെടേണ്ടെന്ന് എല്ലാവർക്കും അറിയാം, തിരുത്തേണ്ടതാണെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ട് അതിന് ശരിയായ രീതിയിൽ അതിൻ്റെ ഫലം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ കാര്യങ്ങളും എന്നപോലെ തന്നെ നമുക്ക് ഈ കാര്യത്തിൽ മാതൃക ഈശോ തന്നെയാണ്. പക്ഷെ വലിയ പ്രശ്നം കിടക്കുന്നത് എന്താണ്? ഈശോ പെർഫെക്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് ഈശോയ്ക്ക് തിരുത്തുക എന്നുള്ളത് വളരെ സ്വാഭാവികവും തിരുത്തൽ സ്വീകരിക്കുന്നവർക്ക് അത് സ്വീകരിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നിരിക്കണം. എളുപ്പമൊന്നും അല്ലെന്നുള്ളത് ബൈബിൾ നോക്കാനൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പരിമിതി അവിടെ ഉണ്ട്. ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തെറ്റുകൾ വരുത്തുന്നവരായിരിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് കീഴിലുള്ളവരെ നമ്മൾ തിരുത്താൻ ശ്രമിക്കുമ്പോൾ ഉടനെ പ്രത്യേകിച്ച് നമ്മൾ ഒരു സന്യാസ ഭവനത്തിലോ കുടുംബത്തിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടെ ഉള്ളവർ എപ്പോഴും നമ്മൾ കുറവ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ തിരുത്താൻ ശ്രമിക്കുമ്പോൾ ഉടനെ മനുഷ്യൻ്റെ ലോജിക്ക് അതാണ്, നീ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലേ എന്ന് പുറത്ത് ചോദിക്കുന്നില്ലേലും അകത്താ ചോദ്യം വരുന്നത്. അപ്പോൾ അതൊരു ഒരു ഒരു ഗൗരവമായ വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു അടിസ്ഥാനപരമായിട്ട് എടുക്കാവുന്ന ഒരു ഒരു മാനദണ്ഡം എനിക്ക് തോന്നുന്നത് പൗലോസ്ലീഹ പറഞ്ഞൊരു വചനമാണ്, സ്നേഹത്തിൽ സത്യം പറയുക. അത് രണ്ട് പേര് അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, സത്യം പറയേണ്ട സമയത്ത് പറയണം, അല്ലേ? അങ്ങനെ പറഞ്ഞു. രണ്ട്, പറയുന്നത് സ്നേഹത്തോടെ പറയാവൂ. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിൻ്റെ അടിസ്ഥാന മാനദണ്ഡം, തിരുത്തലിൻ്റെ അടിസ്ഥാനം. നമുക്കറിയാം, നമ്മൾ തിരുത്തുന്നത് സത്യവിരുദ്ധമായ ഒരു വ്യക്തി പ്രവർത്തിക്കുമ്പോൾ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സത്യം കൊണ്ടുവരണം. പക്ഷേ ആ സത്യം കൊണ്ടുവരേണ്ടത് സ്നേഹത്തോടെ ആയിരിക്കണം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇപ്പോൾ ഞാൻ വീട്ടിൽ ഞാൻ കുടുംബത്തിലാണല്ലോ, ഞാനിപ്പോൾ ശ്രദ്ധിക്കും, കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളൊരു നല്ല കാര്യമാണ് പറയുന്നതെങ്കിലും, അവർക്ക് ആവശ്യമുള്ള കാര്യമാണ് പറയുന്നതെങ്കിലും, ഒരുപക്ഷെ തെറ്റ് ചെയ്യുന്ന അതുകൊണ്ട് ഒരുപക്ഷെ പെട്ടെന്ന് നമ്മുടെ ആക്ഷൻ നമ്മുടെ ഉള്ളിൽ ഇനിയും മരിക്കാതെ കിടക്കുന്ന ആ ജഡത്തിൻ്റെ ഒരു കോപപ്രകൃതിയോ, ഇപ്പോൾ നമ്മൾ അപ്പനാണെന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഈഗോയൊക്കെ ആയിരിക്കും ആദ്യം വരുന്നത്. അതെടുത്തുകൊണ്ട് നമ്മളിത് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം, അവർക്ക് അത് പറയുന്നത് നല്ലതാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും അവരൊക്കെ വലിയ ശ്രദ്ധിക്കുകയില്ല. അതേ സമയത്ത് നമ്മൾ അത് ഒരു കൺട്രോളിൽ, ഒരു നിയന്ത്രണത്തിൽ വന്നതിന് ശേഷം ഒരു സ്നേഹത്തോടു കൂടി അവരുടെ സത്യം അവതരിപ്പിക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന കാര്യം, ഈ പറയുന്ന നമ്മളോടും അവർക്ക് സ്നേഹം ഉണ്ടാവും. കാരണം എനിക്കൊരു നല്ല കാര്യം പറഞ്ഞു തന്നല്ലോ, രണ്ടവർ തിരുത്തുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മൾ ദേഷ്യത്തോടെ സ്നേഹമില്ലാതെയാണ് കാര്യം തിരുത്തുന്നതെങ്കിൽ പറയുന്നത് നമ്മളോട് ദേഷ്യം ഉണ്ടാകും. അവർ കാര്യമായിട്ട് പുറമേ വെച്ച് അഭിനയിച്ച് കാണിച്ചാൽ തന്നെ അകത്തൊന്നും മാറ്റം വരുത്തുകയില്ല. അപ്പോൾ വലിയ വ്യത്യാസം സംഭവിക്കും, അല്ല, ഒരു വലിയ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. സ്നേഹത്തോടെ ഒരു സത്യം കൊടുക്കുമ്പോൾ എൻ്റെ ഗുണം എന്താണ്? ഇനി അടുത്തൊരു കാര്യം പറയുമ്പോഴും എന്നോട് സ്നേഹം വന്നല്ലോ, അതെ, എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ട് അടുത്ത കാര്യം പറയുമ്പോൾ കുറച്ചുകൂടി കേൾക്കാൻ അവരുടെ മനസ്സുണ്ട്. നേരെ മറിച്ച് നമ്മൾ സ്നേഹമില്ല പറഞ്ഞു കഴിയുമ്പോൾ നമ്മളവർ കുറച്ചുകൂടി കട്ട് ചെയ്തു. അതുകൊണ്ട് അടുത്തൊരു കാര്യം പറയുമ്പോൾ കുറച്ചുകൂടി അവർ നമ്മളെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലേക്ക് വരും.
അതുകൊണ്ട് നമ്മളുടെ കുടുംബജീവിതത്തിൽ സമൂഹ ജീവിതത്തിലുമൊക്കെയും തിരുത്തൽ നൽകേണ്ട വ്യക്തികളിലുള്ള സ്നേഹത്തിൻ്റെ സ്നേഹമനോഭാവത്തിൻ്റെ കുറവാണ് തിരുത്തൽ ലഭിക്കേണ്ട വ്യക്തികളിൽ അത് വേണ്ടി എത്താത്തത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ ഇനി അത് അടുത്തൊരു പ്രശ്നം വരുന്നത്, അപ്പോൾ ഈ സ്നേഹം എപ്പോഴും ചിരിച്ച് കാണിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെയാണ് പിന്നെ വിവേകം പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ചില സമയത്തൊക്കെ ഒരു അപ്പൻ അല്ലെ അമ്മ ഡോക്ടറാണ്, അവരുടെ കുട്ടിക്ക് ഒരു ഓപ്പറേഷൻ ആവശ്യമായിട്ട് വന്നു. തീർച്ചയായിട്ടും വേദനിപ്പിക്കാതെ അവർക്ക് ആ കുട്ടിയെ സുഖപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ രീതിയിൽ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത് തിരുത്തൽ കൊടുക്കുന്ന ആൾക്ക് ബോധ്യം ഉണ്ടായാൽ മതി. ഞാൻ ഇത് സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്, അയാൾക്ക് നന്മ ഉണ്ടാകാൻ ചെയ്യുന്നതാണെന്നുള്ള ബോധ്യം ഉണ്ടായാൽ മതി. സ്വീകരിക്കുന്ന വ്യക്തിക്ക് അപ്പോൾ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മുറിപ്പെടുത്തുന്ന വാക്കുകളോ ചിലപ്പോൾ ഒരു അടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ സ്നേഹം തന്നെയാണ്. ഈശോ പത്രോസിനെ സാത്താനെന്ന് വിളിക്കുന്നില്ലേ? നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിന്നെ ദൈവ സ്നേഹമാണെന്ന് പറയുന്നു, എന്നിട്ട് ഈശോയുടെ വായിൽ നിന്നാണ് ഇത്ര കടുത്ത വാക്ക്. നമ്മളൊക്കെ നാട്ടിലൊക്കെ പിശാചെന്നൊക്കെ അല്ലേ? പക്ഷെ ആ സ്നേഹമായിരുന്നു. കാരണം ഈ ദൈവം സ്നേഹമായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൽ പുറത്തേക്ക് വരുന്ന എല്ലാ സ്നേഹമാണല്ലോ. അപ്പോൾ ഈശോ പത്രോസിനെ വിളിക്കുന്നത് പിന്നെ വെള്ളയടിച്ച കുഴിമാടങ്ങളെ. അപ്പോൾ അവരോട് ആ ഭാഷയെ സംസാരിച്ച് കഴിഞ്ഞാലാണ് അവരിലെ പിന്നെ ഇങ്ങനെ പാറ പോലെ കിടക്കുന്ന അവരുടെ അകത്തെ മനുഷ്യനെ ഒന്ന് പൊട്ടിക്കാനുള്ള ഈശോ ശ്രമമാണ്, എങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവിടെ സ്നേഹമാണെന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ മൃദുലമായ സ്വരത്തിൽ സംസാരിക്കുകയോ അങ്ങനെ പെരുമാറുന്നത് മാത്രമല്ല, ഹൃദയം സ്നേഹമായിട്ട് ചിലപ്പോൾ പുറത്തു വരുന്ന നിലപാടുകളിൽ ചിലപ്പോൾ അത് ഗൗരവമുള്ള വാക്കായിട്ടോ ഒരു കാർക്കശ്യമുള്ള വാക്കായിട്ടോ അങ്ങനെ കർശനമായ നിലപാടൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ അത് പുറത്ത് വരുന്നത്. അപ്പോൾ അത് സ്വീകരിക്കുന്നവർക്ക് അപ്പോഴത് അത്ര ശരിയായിട്ട് തോന്നില്ലെങ്കിൽ തന്നെയും നമ്മളത് ചെയ്യേണ്ടതുമാണ്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, തിരുത്തൽ കൊടുക്കുന്നു, പക്ഷേ അവർ പിന്നെ സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ തിരുത്തൽ കൊടുക്കുന്ന വ്യക്തിക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം എനിക്ക് തോന്നുന്നത്, ഞാൻ തിരുത്തൽ നൽകുന്നത് കൊണ്ട് ആ വ്യക്തി ഇത് സ്വീകരിച്ചേ പറ്റൂ എന്നൊരു മനസ്സൊരിക്കലും ഉണ്ടായത്. ദൈവം പോലും നമുക്ക് ഒരു സ്വാതന്ത്ര്യം തന്നേക്കുമല്ലേ, വേണമെങ്കിൽ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത്. അവിടെ നമ്മൾ മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ തിരുത്താൻ ശ്രമിക്കുമ്പോഴും ഞാനിങ്ങനെ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, അവർക്ക് നല്ലതിന് വേണ്ടി ചെയ്യുന്നത്, പക്ഷേ അതേ സമയത്ത് അവർക്കത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുമുള്ള ഒരു ഫ്രീഡം കൂടി നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ സംഭവിക്കും. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കേട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവരുടെ സ്നേഹം അവരുടെ സ്നേഹം നഷ്ടപ്പെടും. ആ രീതിയിൽ അങ്ങനെ നിർബന്ധ ബുദ്ധിയും തിരുത്തൽ കൊടുക്കുന്നവർക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാനിങ്ങനെ പറഞ്ഞു പോയി, അച്ഛന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തിരുത്തൽ കൊടുക്കുമ്പോൾ ദേഷ്യമെന്ന വികാരം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ തിരുത്തരുത്. ഒരു സംഭവം പറയാം, ഒരു കൊച്ചു കഥയാണ്. കഥ ഇങ്ങനെയാണ്, ഒരു ഭാര്യയും ഭർത്താവും അവർ കുറച്ച് പൈസയൊക്കെ ചുരുക്കൂട്ടി വെച്ച്, കാറില്ലാത്തവരായിരുന്നു, ഒരു നല്ല കാറ് വാങ്ങി. അപ്പം ഭാര്യയ്ക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല. ഭാര്യ പറഞ്ഞു, ചേട്ടാ എനിക്കൂടെ കാർ ഓടിക്കാൻ ആഗ്രഹമുണ്ട്. ചേട്ടൻ പറഞ്ഞു, നീ പഠിച്ചോളാൻ പറഞ്ഞു. അവർ ഭാര്യയെ പഠിച്ചു, ലൈസൻസ് ഒക്കെ എടുത്തു, കുറച്ചൊക്കെ ഓടിക്കുന്നുണ്ട്, നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. പക്ഷേ ദീർഘയാത്രയൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ചേട്ടനും ഭാര്യയും കൂടെ പറഞ്ഞു, ഒരു ദിവസം ഭാര്യ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇച്ചിരി ഒരു ദീർഘയാത്ര പോകണം, 10-200 കിലോമീറ്റർ തിരക്ക് പിടിച്ച റോഡിൽ കൂടെ വണ്ടി ഓടിക്കണം. ചേട്ടൻ പറഞ്ഞാൽ ഞാൻ വരാമല്ലോ. ചേട്ടൻ ഭാര്യയോട് ഭയങ്കര സ്നേഹത്തിലാണ്. അപ്പോഴത്തേനും ഇവരിങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവുകയാണ്, വർത്താനൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തിൽ പോവുകയാണ്. പുതിയ വണ്ടിയാണ്, കുറച്ച് ലോണൊക്കെ എടുത്ത് മേടിച്ച വണ്ടി. പെട്ടെന്നാണ് എതിരെ വന്ന ഒരു വണ്ടി ഇങ്ങനെ ഈ വണ്ടിയുടെ നേരെ കയറി വന്നു. ഇച്ചിരി പാളി ഇങ്ങോട്ടും ഭാര്യയ്ക്ക് ആ പണി വെപ്രാൾ പോയി. ചേട്ടൻ പറയുന്നുണ്ട്, ബ്രേക്ക് ചവിട്ട് അത് ചേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ ഭാര്യ വെപ്രാളത്തിൽ ചവിട്ടിയത് ആക്സിലറേറ്റർ. അന്നേരത്തിനും ഇവരുടെ വണ്ടി മറ്റേ വണ്ടി അപ്പോഴത്തേനും ചവിട്ടി നിർത്തിയവരെ, ഇവരുടെ വണ്ടി നേരിട്ട് ചെന്ന് ആ വലിയ വണ്ടിക്കിട്ട് ഒറ്റയിടി. വണ്ടിയുടെ ഫ്രണ്ടെല്ലാം പോയി. ഇപ്പം വണ്ടിയാണ്, പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഇവർക്കൊന്നും പറ്റിയില്ല. ഈ സമയത്ത് ആ ചേച്ചിയുടെ മനസ്സിൽ, ആ സ്ത്രീയുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും വികാരങ്ങൾ? നാണക്കേടും വിഷമവും സങ്കടവും നിരാശയും എല്ലാം കൂടെ കൂടിയൊരു വികാരത്തിലാണ് അവർ നിൽക്കുന്നത്. ഒപ്പം രക്ഷപ്പെട്ടതിലുള്ള ആശ്വാസമാണ്. ചേട്ടൻ്റെ മനസ്സിൽ എന്തായിരിക്കും? രക്ഷപ്പെട്ടതിലുള്ള ആശ്വാസം എന്നതിനേക്കാൾ കൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കോപം എരച്ച് കയറി വരും. ഈ കോപം എരച്ച് കയറി വരുമ്പോൾ ആദ്യം നമ്മുടെ വായി വരുന്ന വാക്ക് നമ്മളങ്ങ് വിഴുങ്ങണം.
ആദ്യം കൊടുത്ത വാക്കെന്താ? നിന്റെ അപ്പൻ സമ്പാദിച്ച കാശ് കൊണ്ട് മേടിച്ച വണ്ടിയല്ല, അതങ്ങ് വിഴുങ്ങണം. അത് പറഞ്ഞാൽ ഭാര്യ തകർന്നു പോകും. ഒരു പക്ഷേ അവരുടെ ബന്ധത്തിൽ ഭയങ്കര വിള്ളല, അവരുടെ ബന്ധത്തെ അകറ്റാൻ കഴിയും. രണ്ടാമതൊരു വാക്ക് കയറി വരും. എന്താ കയറി വരുന്നത്? ഞാൻ നിന്നോട് ബ്രേക്ക് ഔട്ടാൻ പറഞ്ഞു. ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ബ്രേക്ക് ഔട്ട്. ഞാൻ നിന്നോട് പറഞ്ഞാലേ ബ്രേക്ക് ഔട്ട്. പിന്നെ എന്തിനാ നീ ആക്സിഡൻറ്റ് ചെയ്തത്? നിന്റെ കണ്ണെവിടെയായിരുന്നു എന്ന് അതും പറയരുത്. അപ്പം ദേഷ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ആദ്യം വരുന്നതും പറയരുത്, രണ്ടാമത് വരുന്നതും പറയരുത്, ആ സമയത്തും പറയരുത്. അത് കഴിഞ്ഞ് ഈ ചേട്ടന് അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വീട്ടിൽ ചെന്നു. രണ്ടുപേരും ഒന്ന് ശാന്തമായിട്ടിരിക്കുക. ഭാര്യ വളരെ വിഷമിച്ചിരിക്കുന്നു. ചേട്ടൻ ഭാര്യയുടെ അടുത്ത് സാരമില്ലെന്നേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞിനി, അതേക്കുറിച്ച് പറയേണ്ടതൊന്നും കാര്യമില്ല. ഇത് യഥാർത്ഥത്തിൽ മോളുടെ കുറ്റമല്ല, അയാളിൽ കയറി വന്നതുകൊണ്ടാണ്. രണ്ടാമതായിട്ട് ഇത് ശരിക്കും വണ്ടി നിർമ്മിച്ചവരുടെ കുറ്റമാണ്. അവർ ഈ ആക്സലറേറ്ററും ബ്രേക്കും അടുത്തടുത്ത് വെച്ചത് കൊണ്ടല്ലേ പ്രശ്നമുണ്ട്. ഇച്ചിരി അകന്നായിരുന്നെങ്കിൽ മോൾക്ക് അത് കൃത്യമായിട്ട് കിട്ടിയാൽ. അപ്പം വണ്ടിയുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. മോളുടെ വെപ്രാളത്തോടൊപ്പം അവരുടെ ഇത് അടുപ്പിച്ചടുപ്പിച്ചു വെച്ചു. അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തത് ആരാണ്? നമ്മുടെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് തന്നവരാണ്. അവർ കൃത്യമായിട്ട് മോളോട് പറഞ്ഞു തന്നില്ല. ഇതൊരു മാത്സ് ആണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ABC. A സമം ആക്സിലറേറ്റർ, B സമം ബ്രേക്ക്, C സമം ക്ലച്ച്. ഇപ്പം ABC ഇങ്ങനെയാണ് എന്ന് കൃത്യം പറഞ്ഞിരുന്നെങ്കിൽ മോക്ക് BA തന്നെ ചവിട്ട് ചെയ്യാൻ. അപ്പോൾ അവർ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു തരാനുണ്ട്. ഇപ്പോൾ ഏതായാലും മോക്ക് മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ആ ചേട്ടൻ പറയുന്നതെങ്കിലോ. നമ്മുടെ ലക്ഷ്യം ഒരു സംഭവിച്ചു കഴിഞ്ഞ ഒരു തെറ്റ്, അതിനോട് നമ്മൾ ദേഷ്യപ്പെടുന്നത് എന്താ? തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ദേഷ്യത്തിലാണ് നമ്മൾ ആ വ്യക്തിയെ തിരുത്തുന്നതെങ്കിൽ തെറ്റ് ആവർത്തിക്കാനാണ് സാധ്യതയുള്ളത്. അപ്പം ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ഒന്നും പറയാതിരിക്കുക. ഇപ്പം ഇനി ആ സമയത്ത് ചേച്ചിയുടെ മറുപടി എന്തായിരിക്കും? അങ്ങനൊന്നും അല്ല ചേട്ടാ, ഞാൻ അറിയാതെ ആ വെപ്രാളത്തിന് ചവിട്ടിപ്പോയത്, എന്നോട് ക്ഷമിക്കണം, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? സാരമില്ല, പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചോടിച്ചാൽ മതി. ABC തിയറി മറക്കരുത്. കണക്ക് വളരെ പ്രധാനപ്പെട്ട സംഭവമാണെന്ന് പറയുമ്പം ഭാര്യ ഓടി വന്ന ചേട്ടനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ ആ ഒരു തെറ്റ് അവർ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ഇൻറ്റിമേറ്റ് ആക്കാൻ സഹായിക്കും. അതാണ് തെറ്റുകൾ ക്ഷമിക്കപ്പെടുന്നവൻ കൂടുതൽ സ്നേഹിക്കുന്നൊരു വചനം അവിടെയാണ്. അതുകൊണ്ട് നമ്മൾ ആരുടെ തെറ്റാണെങ്കിലും ആ വ്യക്തിയെ ഹേർട്ട് ചെയ്യാതെ, ആ വ്യക്തിയുടെ ഈഗോ മുറിവേൽക്കുന്ന രീതിയിലാവാതെ, ആ പ്രവൃത്തിയെ എങ്ങനെ കറക്റ്റ് ചെയ്യാം, ഞാൻ ഏത് രീതിയിലുള്ള അപ്രോച്ച് എടുത്താൽ ആ വ്യക്തിയെ കറക്റ്റ് ചെയ്യാമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതെ. ചുരുക്കത്തിൽ ഒരു സ്നേഹാന്തരീക്ഷത്തിലെ ഈ കാര്യങ്ങൾ പെർഫെക്റ്റ് ആവുകയുള്ളൂ. എനിക്കിപ്പോൾ പച്ചൻ പറഞ്ഞ അവസാന നിർത്തിയ ഭാഗത്ത് തന്നെ ഈ തിരുത്തപ്പെടൽ ലഭിക്കുന്ന വ്യക്തിയില്ലേ, ഇപ്പം നമ്മളിത് പറഞ്ഞെല്ലാം തിരുത്തുന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ തിരുത്തപ്പെടുന്ന വ്യക്തിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി അതൊക്കെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. പലരും വിചാരിക്കുന്നത് എന്നെ തിരുത്തിക്കോട്ടെ, അത് തിരുത്തുന്ന ആൾ പെർഫെക്റ്റ് ആയിരുന്നാൽ മതി എന്നാണ് പലരും ചിന്തിക്കുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല കാര്യം. അത് പറഞ്ഞ ന്യായം അതാണ്. എന്നെ തിരുത്താൻ പറയാണ്ട് ഇയാളാരാ? അപ്പം പുറത്തു പോകുന്ന മനസ്സിലെങ്ങനെയുണ്ട്. പക്ഷെ അവർ തന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം ഈശോ മിശിഹ നമ്മൾ മുന്നേ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യാതിരിക്കുമോ? ഇല്ല. ദൈവം നേരിട്ട് നമ്മളോട് ഇന്ന ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യും. അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തി നമുക്ക് കറക്ഷൻ തരാത്തൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ ഉള്ള ഈഗോ തന്നെ നമ്മുടെ വിഷയം. നമ്മൾ തിരുത്തൽ സ്വീകരിക്കാതിരിക്കുന്ന വിഷയം, ഈ തിരുത്തൽ ലഭിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് ഉപകാരപ്രദമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഈഗോയെ നശിപ്പിക്കാനുള്ള നമ്മുടെ താല്പര്യമില്ലായ്മ കൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ തിരുത്തൽ സ്വീകരിക്കുന്ന വ്യക്തി തിരുത്തൽ ലഭിക്കുന്നത് ഒരുപക്ഷെ പറയുന്ന ആൾ ദേഷ്യത്തോടെ പറഞ്ഞാൽ, പക്ഷെ പറയുന്ന കാര്യം ചെയ്യാൻ നോക്കണം. പറയുന്ന ആൾ കാരണം അധികാര സ്ഥാനത്തിരിക്കുന്നതായിരിക്കും പറയുന്നൊരു അധികാര സ്ഥാനത്ത് അപ്പനാകട്ടെ അമ്മയാകട്ടെ അല്ലെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാകട്ടെ അധികാര സ്ഥാനത്തിരിക്കുന്നതാണ് പറയുന്നത്. ആ പറയുന്ന കാര്യങ്ങൾ ദേഷ്യപ്പെട്ട പറയുന്നെങ്കിലും സ്നേഹമില്ലാതെയാണ് പറയുന്നതെങ്കിലും തൻ്റെ നന്മയ്ക്ക് ഉപകാരപ്പെടുമെന്ന് ശ്രദ്ധിക്കണം. ഉപകാരപ്പെടുന്നെങ്കിൽ സ്വീകരിച്ചേക്കണം. ഉപകാരം എനിക്കല്ല ഗുണം ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ പറയുമ്പോഴൊക്കെ ചിലപ്പോൾ കുറ്റപ്പെടുത്തലൊക്കെ കൂടുന്നുണ്ടെങ്കിൽ തന്നെയും ചില കേസുകളിലൊക്കെ നമുക്ക് എതിർക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ആ ഒരു താഴ്ന്ന അവസ്ഥ കൊണ്ട് നമുക്ക് തിരിച്ചു വല്ലം പറയാനോ തിരിച്ചടി കൊടുക്കാനൊന്നും പറ്റുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതിനെ നമ്മുടെ ഈഗോ നശിപ്പിക്കാനും നമുക്ക് ചെറുതാകാനും ഒക്കെ ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ട് ഒരു ആത്മീയതയിലേക്ക് അതിനെ കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. ഈ തിരുത്തപ്പെടലും ഒക്കെ വാസ്തവത്തിൽ ഒരു സ്നേഹാന്തരീക്ഷത്തിലും ഒരു ആത്മീയ അന്തരീക്ഷത്തിലും ശരിക്കും പക്വമാവുള്ളൂ. ഒരു സെക്കുലർ മേഖലയിൽ ഇത് ശരിക്കും പൂർത്തിയാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.
അല്ല അതുപോലെ മനഃശാസ്ത്രവൽക്കരിക്കപ്പെടാനുള്ള മനസ്സുകൾ. ആത്മീയമാണെങ്കിൽ എളുപ്പമാണ്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞ് അയാൾക്ക് പെട്ടെന്ന് കറക്ഷൻ സ്വീകരിക്കാനൊക്കെ ഉള്ള എളുപ്പമായിരുന്നു. അപ്പോൾ തിരുത്തുന്ന വ്യക്തിക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളത് തന്നെ ഈ തിരുത്തൽ സ്വീകരിക്കുന്ന വ്യക്തിയും എന്തിനു വേണ്ടി ഇത് ഞാൻ കേൾക്കണം, അനുസരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ എളിമയോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു മനസ്സിലേക്ക് വരേണ്ടതായിട്ടുമുണ്ട് എന്നുകൂടിയാണ് എനിക്ക് പറയാൻ വേണ്ടി തോന്നുന്നത്. എന്നാല് നമുക്ക് ഏകദേശം അവസാനിപ്പിക്കാം. സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ഇതാണ്: ഒരാൾ കറക്ഷൻ സ്വീകരിക്കണമെങ്കിൽ അയാളും നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ശരിയായിരിക്കണം. ഇപ്പം ഞാൻ ബിച്ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ബിച്ചേട്ടനെ ഫീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബിച്ചേട്ടൻ ഞാൻ തന്നെ നല്ല സുഹൃത്തുക്കളാണ്, അപ്പം ഞാൻ പറയുന്ന നേരം ബിച്ചേട്ടൻ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ബിച്ചേട്ടന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ഷൻ ശരിയാണെങ്കിൽ, ഇമോഷണൽ കണക്ഷനാണ് അവിടെ സൈക്കോളജിയിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കറക്ഷൻ കൊടുത്താൽ ആൾക്കാർ സ്വീകരിക്കും. ഈ ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്തടത്ത് കറക്ഷൻ സ്വീകരിക്കപ്പെടില്ല. സോ ഫസ്റ്റ് യു മേക്ക് എ കണക്ഷൻ, ദെൻ യു കറക്റ്റ് എന്നാണ് സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾ. സ്നേഹം മറ്റേ പറഞ്ഞാൽ സ്നേഹം തന്നെ. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ തിരുത്തൽ സ്വീകരിക്കാം, ശരിയായ രീതിയിൽ തിരുത്തൽ കൊടുക്കാം, അതിനുള്ളൊരു അഭിഷേകം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലേ? നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.